ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോ വരുന്നത്. സമ്മർ തുടങ്ങാൻ പോവുകയാണ്. നല്ല വെയിലുള്ള ഒരു ശനിയാഴ്ചയാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ഈ ലോൺ ബാക്ക് ഭാഗമാണിത്. ഈ ലോണൊക്കെ വൃത്തിയാക്കുന്നത്, ലോൺ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഹൗസ് ഓണറിന്റെ ഹസ്ബൻഡ് വന്ന് കട്ട് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ കൃഷിയുടെ കാര്യങ്ങളൊക്കെ അവരടുത്ത് പറഞ്ഞപ്പോൾ അവർ ഈ സൈഡിൽ കുറച്ച് ഭാഗം നമുക്ക് മരുന്നൊക്കെ അടിച്ച് റെഡിയാക്കി തന്നായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്തില്ല. അപ്പൊ ഇത്തവണ നമ്മൾ എന്തേലും കൃഷിയൊക്കെ ആയിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇല്ല മക്കളെ, ഇതേ ഇവിടെ ജസ്റ്റ് ഒന്ന് കിളച്ച് എടുത്ത് മറച്ചിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. നമ്മൾ കുറച്ച് കമ്പോസ്റ്റും വളങ്ങളും അതുപോലെ തന്നെ ടോപ്പ് സോയിലൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് ജസ്റ്റ് കിളച്ച് ഇട്ടേച്ച് നമ്മൾ ആ കമ്പോസ്റ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വിത്തിടാന്നാണ് വിചാരിക്കുന്നത്. കാന്താരി മകളെ, നമ്മളിത്ര ഇളക്കി മറിക്കാൻ കാരണം കഴിഞ്ഞ പ്രാവശ്യം ജസ്റ്റ് വീഡിയോ എടുത്തപ്പോ അടിയിലൊക്കെ നല്ല ഉരുണ്ട പാറ കഷ്ണങ്ങളായിരുന്നു കണ്ടത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇളക്കി മറിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ട ആപ്പിളാണ്. പക്ഷെ വിന്റർ ആയപ്പോഴത്തേക്ക് എല്ലാ ഇലകളൊക്കെ കൊഴിഞ്ഞ് എല്ലാം പോയി. പക്ഷെ ഇപ്പൊ വീണ്ടും തളിരിട്ട് വരണുണ്ട്. അപ്പൊ മിക്കവാറും ഈ സമ്മറിൽ അത് മിക്കവാറും തിരിച്ച് പിടിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. യേശുക്കുട്ടി, ഏറ്റവും മോനെ,
എല്ലാ പരിപാടികളും അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ കിളച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ടോപ്പ് സോയിൽ, അതുപോലെ തന്നെ കമ്പോസ്റ്റും, പിന്നെ അതുപോലെ കുറച്ച് വെജിറ്റബിൾസിന്റെ വിത്തും പാകിയിട്ടുണ്ട്. മുളച്ചു വരുമോ നോക്കാം. നമ്മൾ കുറച്ച് വിത്തും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കൃഷിയിൽ. ക്യാപ്സിക്കവും ബീൻസും ബീട്രൂട്ടും തക്കാളി ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളിയുടെ ഒരു ചെടിയും സ്ട്രോബെറിയുടെ ഒരു ചെടിയും ഇതൊക്കെ വളർന്നു വരുമോ ഒന്നും അറിയത്തില്ല. ഫസ്റ്റ് ടൈമാണ്. എന്തായാലും നോക്കാം നമുക്ക്. എന്തായാലും ഈ സമ്മർ നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ട് കൃഷി ചെയ്യാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ കൃഷിക്കായിട്ടുള്ള ഇൻഡോർ നമ്മൾ ചെയ്തായിരുന്നു. പക്ഷെ അതും ഈ പറഞ്ഞ കണക്ക് വിന്റർ ആയപ്പോൾ എല്ലാം നശിച്ചുപോയി. നമ്മൾ മണ്ണൊക്കെ വാങ്ങിച്ചിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. മണ്ണും കുറച്ച് ടോപ്പ് സോയിൽ മേടിച്ചു, അതുപോലെ തന്നെ കമ്പോസ്റ്റ് മേടിച്ച് 60 ലിറ്റർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളച്ച് മറിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും മുന്നിലായിട്ട് നിൽക്കേണ്ടത് പൊട്ടറ്റയാണ്. പൊട്ടറ്റ ഇവിടെ എല്ലാവരും നട്ടാലും ഇവിടെ എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ അതാണ് ഇനി ഇടേണ്ടത്. പൊട്ടറ്റോ ഇത് വാങ്ങണം, അതും കൂടെ നടണം. അപ്പോൾ ഓക്കെ ഗൈസ്, ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.